ഹായ് ഗീതേച്ചി ഇന്നൊരു കാട്ടിനുള്ളിലാണ് നിൽക്കുന്ന കേട്ടോ. കാടൊന്നല്ല കേട്ടോ, ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാണിച്ചു തരാം. വേണ്ടടേ നോക്കിയല്ലേ, നല്ല മുണ്ടച്ചക്ക ഉണ്ട. ഇതുണ്ടല്ലോ, ഇതിനൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാധവങ്ങത്തെ എൻ്റെ പറമ്പ്, എൻ്റെ വീട്ടിലത്തെ ആ പറമ്പിൻ്റെ അതിനൊരു തോടുണ്ടായിനെ. ഒരാഴ്ച മഴ പെയ്താൽ 2 ആഴ്ച വെള്ളം നിറഞ്ഞൊരു തോട്. നമ്മളെല്ലാവരും അലക്കും കുളിക്കലും ഇന്ന് തോടാതെ. പിന്നെ ആ തോടിൻ്റെ കരക്ക് നിറയെ ഇതുപോലത്തെ മുണ്ടച്ചക്കയാണ് കേട്ടോ. നല്ല മുണ്ടച്ചക്കയാണ്. ആടെ പോയാൽ എനിക്ക് എപ്പോൾ അച്ഛനും ആങ്ങളായിട്ടും എല്ലാം തരുവട്ട മുണ്ടച്ചക്ക. ആ മുണ്ടച്ചക്ക കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ആങ്ങളെ എന്ന മുണ്ടച്ചക്കയാണ് കേട്ടോ. അത് അതിൻ്റെ ഒരു ഇത് ഇവിടെ കുഴിച്ചിട്ടിയാണ്. വാടക വീടായാലും നമുക്ക് സ്വന്തമായിട്ട് തിന്നണമെന്നുള്ള ആഗ്രഹമില്ല. അങ്ങനെ നട്ട മുണ്ടച്ചക്ക കേട്ടോ. ഇപ്പം നോക്കിയാട്ടെ, ഒന്നിത് ഇതൊക്കെ നിറയെ കണ്ടില്ല. ഒന്നതാടാ, ഒന്ന് അതിൻ്റെ അപ്പുറം ഉണ്ട്. പിന്നെ ഇതാ ഒന്ന് ഈടിയുണ്ട്. ഈടിയെല്ലാം ഉണ്ട് കേട്ടോ. നിറയെ മുണ്ടച്ചക്ക ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്താ സങ്കടം എന്നറിയാം, നമ്മൾ ഇവിടുന്ന് പോലായി. നമ്മളിവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് വീട്ടിലെന്താ പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഇതെല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഒരു കിട്ടുന്നിടത്തോളം കിട്ടല്ലേ, ഇതൊരു സന്തോഷമല്ലേ. നോക്കിയിട്ട് ഇതുണ്ടല്ലോ നാടൻ മുണ്ടച്ചക്കയല്ലേ ഇത്. കണ്ട, ഇത് ബ്ലോക്ക് മുണ്ടിയാണ് കേട്ടോ. നാടൻ മുണ്ട ചെറിയൊരു പുളിപ്പല്ലുണ്ടാവും. ഇതിങ്ങനെ തേന്ന് പറഞ്ഞാൽ മധുരമുള്ളൊരു മുണ്ടിയാണ് കേട്ടോ. നല്ല ഉണ്ട, നല്ല വലിപ്പൂലത്. നിങ്ങൾക്ക് തരാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ലല്ലോ. ഇതെല്ലാം ഒരു 2 ദിവസം കൂടി വെക്കേണ്ടി വരും കേട്ടോ. ഇവിടെ വെച്ചാലുണ്ടല്ല, കവറിട്ട് വെക്കും. അതിന് ഇവിടെ വെച്ചാൽ എന്തെങ്കിലും പിന്നെ തിന്നുമോ, അത് രാത്രിക്കെല്ലാം കൊത്തുവല്ല ചെയ്ത് നമുക്ക് കിട്ടൂലല്ലോ. അതുകൊണ്ട് ഇത് ഗീതച്ച് പറിച്ച് വെച്ചാൽ ബാക്കി ഒരുപാട് ആവാനുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ തിന്നാം, ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും തിന്നോട്ടു അല്ലേ. എന്നാൽ പിന്നെ ഗീതച്ച് ബൈ.